നമസ്കാരം. വിധി ചിലപ്പോൾ വഴിയോരത്തെ കുപ്പത്തൊട്ടിയിലും നിധി കാത്തുവെക്കും. അബദ്ധത്തിൽ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ €1 കോടി ലോട്ടറി ടിക്കറ്റ് ശുചീകരണ തൊഴിലാളികളുടെ സഹായത്തോടെ വീണ്ടെടുത്ത് ഇറ്റാലിയൻ വനിത. ലോട്ടറി അടിച്ചതറിയാതെ ചവറ്റുകുട്ടയിലായ ഭാഗ്യക്കുറിയാണ് ഒടുവിൽ മാലിന്യവണ്ടി അരിച്ചുപെറുക്കി കണ്ടെത്തിയത്. ഇറ്റലിയിലെ തെക്കൻ മേഖലയായ പുഗ്ലിയയിലാണ് സിനിമാ കഥകളെ വെല്ലുന്ന സംഭവം നടന്നത്. തങ്ങൾക്ക് കൈമാറിയ ടിക്കറ്റ് മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നും കേടുപാടുകളൊന്നും കൂടാതെ വീണ്ടെടുക്കാൻ കഴിഞ്ഞതായി പ്രദേശം ഉൾപ്പെടുന്ന SANB മാലിന്യ സംസ്കരണ കമ്പനി അധികൃതർ അറിയിച്ചു. ഭാഗ്യവതിയായ സ്ത്രീക്ക് തന്റെ സ്ഥിരം ഭാഗ്യ നമ്പറുകളാണ് ഇത്തവണയും ലോട്ടറി അടിച്ചത്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട നമ്പറുകളാണ് ഇവർ വർഷങ്ങളായി തുടർച്ചയായി എടുത്തു പോന്നിരുന്നത്. നറുക്കെടുപ്പിന് ശേഷം ഞായറാഴ്ച ടിക്കറ്റുമായി ഇവർ അടുത്തുള്ള പ്രാദേശിക കടയിലെത്തി. എന്നാൽ ടിക്കറ്റ് പരിശോധിച്ച യന്ത്രം പണം നൽകാൻ സാധിക്കില്ല എന്ന സന്ദേശം കാണിച്ചു. ചെറിയ തുകകൾ മാത്രം കൈമാറാൻ അനുമതിയുള്ള ഇത്തരം കടകളിൽ വലിയ തുക സമാനമായി ലഭിക്കുമ്പോൾ ഇത്തരം മെസ്സേജാണ് വരാറുള്ളത്. എന്നാൽ വലിയ ജാക്ക്പോട്ട് തുകയാണ് തനിക്ക് അടിച്ചതെന്ന കാര്യം ആ പാവം സ്ത്രീ അറിഞ്ഞില്ല. കടയിൽ നിന്നും തിരിച്ചെത്തിയവർ കുടുംബാംഗങ്ങളോട് കാര്യം പറഞ്ഞു. എന്നാൽ നറുക്കെടുപ്പ് ഫലം പരിശോധിച്ച ബന്ധുവാണ് സ്ഥിരം നമ്പറിനാണ് ഇത്തവണ 1-ാം നമ്പർ സമ്മാനം ലഭിച്ചിരിക്കുന്നെന്നും പറഞ്ഞു. ഇതോടെ പരിഭ്രാന്തരായ ഇരുവരും വേഗത്തിൽ ലോട്ടറി കടയിലേക്ക് ഓടിയെത്തി. എന്നാൽ ഇതിനോടകം കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. കടക്കാരൻ ടിക്കറ്റ് ചവറ്റുകുട്ടയിലേക്ക് എറിയുകയും അത് മാലിന്യം ശേഖരിക്കുന്ന വണ്ടി എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. തുടർന്നാണ് ഒട്ടും പ്രതീക്ഷയില്ലാതെ ഇവർ മാലിന്യ സംസ്കരണ കമ്പനിയുടെ തലവനായ റോബർട്ടോ നിക്കോല ടൊസ്കാനോയെ ഫോണിൽ ബന്ധപ്പെടുന്നത്. സംഭവം അറിഞ്ഞോടെ കമ്പനി അധികൃതർ ടിക്കറ്റിന്റെ സഞ്ചാരപാത പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചു. മാലിന്യവണ്ടി അതിനകം തന്നെ ടിക്കറ്റുമായി പോയിരുന്നതിനാൽ തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എങ്കിലും ടിക്കറ്റ് ശേഖരിച്ച നിർദ്ദിഷ്ട ലോറി ഏതാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു. മാലിന്യങ്ങളിൽ നിന്നും സാധനങ്ങൾ തിരയുന്നത് അപകടകരമായേക്കാം എന്നതിനാൽ അപകടരഹിതമായി മാലിന്യങ്ങൾ വേർതിരിക്കാൻ സൗകര്യമുള്ള പ്രത്യേക കേന്ദ്രത്തിലേക്ക് ലോറി എത്തിച്ചു. തുടർന്ന് തൊഴിലാളികൾ ഒരു ദിവസത്തിലധികം നീണ്ട കഠിനാധ്വാനത്തിലൂടെ മാലിന്യ കൂമ്പാരം അരിച്ചുപെറുക്കി. ഒടുവിൽ അവരുടെ കഠിനാധ്വാനം ഫലം കണ്ടു. നിരവധി പഴയ ടിക്കറ്റുകൾക്കിടയിൽ നിന്നും തെല്ലും കേടുപാടുകൾ സംഭവിക്കാത്ത ആ ഭാഗ്യ ടിക്കറ്റ് തൊഴിലാളികൾ കണ്ടെടുത്തു. ടിക്കറ്റ് കിട്ടിയ വിവരം ഫോണിലൂടെ അറിയിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അപ്പുറത്തുണ്ടായിരുന്ന സ്ത്രീ വിങ്ങി പൊട്ടുകയായിരുന്നുവെന്ന് ടൊസ്കാനോ ഓർത്തെടുക്കുന്നു. അതേസമയം ഈ തിരിച്ചുപിടിക്കൽ ദൗത്യം സൗജന്യമായിരുന്നില്ല. പൊതുമേഖലാ സ്ഥാപനമായതിനാൽ ഇതിനായുള്ള ചെലവ് നികുതിദായകരുടെ തലയിൽ വീഴാതിരിക്കാൻ തെരച്ചിലിന് വരുന്ന ചെലവ് മുഴുവൻ വഹിച്ചുകൊള്ളാമെന്ന് സ്ത്രീ കരാർ ഒപ്പിട്ടിരുന്നു. കോടികളുടെ ഭാഗ്യം കൈവന്നതോടെ ആ വലിയ സാമ്പത്തിക റിസ്ക്കും ഇവർക്കൊടുവിൽ നേട്ടമായി മാറുകയായിരുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലും ഇങ്ങനെ സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾക്ക് ടിക്കറ്റ് സമ്മാനം അടിച്ചാൽ പോലും നഷ്ടപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലാണ് നഷ്ടപ്പെട്ടു പോയൊരു ടിക്കറ്റ് അത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും തിരിച്ചെടുത്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. എന്തായാലും കോടികൾ കയ്യിൽ വന്നതോടുകൂടി യുവതി എന്തായാലും ഹാപ്പിയാണ്. ഭാഗ്യക്കുറി എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഒടുക്കം ഭാഗ്യം കൈവന്നിരിക്കുന്നത്.